കഴിഞ്ഞ ദിവസം നമ്മൾ മോഹൻ ബഗാന്റെ സെൻട്രൽ ബാക്ക് താരമായിട്ടുള്ള ടോം എൽഡ്രഡ് എന്ന് പറയുന്ന താരത്തെ പറ്റി സംസാരിച്ച് പറഞ്ഞു. ഒരു നല്ല പ്രൊഫൈലുള്ള താരത്തെ തന്നെയാണ് അവരുടെ സെൻട്രൽ ബാക്ക് റോളിലേക്ക് മോഹൻ ബഗാൻ എത്തിച്ചിരിക്കുന്നത് എന്നുള്ളത്. എന്നാൽ മറ്റൊരു സെൻട്രൽ ബാക്കിനെ കൂടി ഇന്ന് അവർ അനൗൺസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആൽബർട്ടോ റോഡ്രിഗസ് എന്ന് പറയുന്ന ഒരു സ്പാനിഷ് സെൻട്രൽ ബാക്കിനെയാണ് എത്തിക്കുന്നത്. അപ്പം ടോം എൽഡ്രഡിനെ പോലെ തന്നെ ഒരു വലിയ പ്രൊഫൈലുള്ള താരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നുള്ളതാണ് ഉത്തരം. ഇദ്ദേഹത്തിൻ്റെ ഒരു കാര്യം നമുക്ക് പരിശോധിക്കുന്ന സമയത്ത് 31 വയസ്സുകാരനായിട്ടുള്ള ഒരു സെൻട്രൽ ബാക്ക് താരമാണ്. അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം സെഗുണ്ടയിൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്, 50 മുകളിൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. പിന്നീട് നോക്കുകയാണെങ്കിൽ ഇന്തോനേഷ്യൻ ലീഗിലാണ് കളിച്ചിട്ടുള്ളത്, അത് 30 മുകളിൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അപ്പം അത്രയൊക്കെ തന്നെയാണ് അദ്ദേഹം കൂടുതലും കളിച്ചിട്ടുള്ളത്. അതിൻ്റെ 110 കരിയർ മത്സരങ്ങളെ അദ്ദേഹത്തിൻ്റെ ഒരു 31 വയസ്സിലെ ഒരു കാലയളവിൽ കളിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. അപ്പം കഴിഞ്ഞ വർഷം ഈ പറഞ്ഞ ഇന്തോനേഷ്യൻ ലീഗ് 1 പെർസിബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബിലാണ് കളിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ നോക്കുമ്പോൾ അങ്ങനെ ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു വലിയ സ്പാനിഷ് ക്ലബ്ബുകളിലൊന്നും കളിച്ചായിട്ട് കാണാനും നമുക്ക് സാധിക്കുന്നില്ല. പിന്നെ തേർഡ് ടയറിലും കുറച്ചൊക്കെ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ മിക്ക ക്ലബ്ബുകളിലും അദ്ദേഹം ഒരു ബാക്കപ്പ് ഓപ്ഷൻ, ഒരു ബെഞ്ച് സെൻട്രൽ ബാക്ക് എന്ന നിലയിലൊക്കെ തന്നെയാണ് കളിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും ടോം എൽഡ്രഡ് എന്ന് പറയുന്ന ഒരു താരത്തെ എത്തിക്കുന്നതുകൊണ്ട് തന്നെ മോഹൻ ബഗാനിലേക്ക് നോക്കുമ്പോഴും ഇദ്ദേഹം ഒരു ബാക്കപ്പ് സെൻട്രൽ ബാക്ക് എന്ന നിലയിൽ തന്നെ പരിഗണിക്കാനാണ് സാധ്യത എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു ക്ലബ്ബായിട്ടുള്ള ജംഷഡ്പൂരിലേക്ക് വരുമ്പോൾ അവരുടെ ലോക്കൽ ലാഡായിട്ടുള്ള മുബഷിർ റഹ്മാനെ തിരിച്ചെത്തിക്കുന്നു എന്നുള്ളതാണ്. ടാറ്റ ഫുട്ബോൾ അക്കാഡമിയുടെ ഒരു പ്രൊഡക്റ്റാണ്. ജംഷഡ്പൂരിലൂടെ തന്നെ ISL അരങ്ങേറ്റം 2018 കുറിച്ചിട്ടുണ്ട്. പിന്നീട് 2022 വരെ അവിടെയാണ് കളിച്ചത്. പിന്നെ ഈസ്റ്റ് ബംഗാളിലേക്ക് പോയിരുന്നു. കഴിഞ്ഞ വർഷം ജനുവരിയിലൊക്കെ ഒരു ലോൺ ഡീൽ ചെന്നൈയിൻ FC അണ്ടർ ഓവൻ ഗോയിലൊക്കെ അദ്ദേഹം കളിച്ചിരുന്നു. എന്താണെങ്കിലും അദ്ദേഹം വീണ്ടും ജംഷഡ്പൂർ FCയിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളതാണ്. 26 വയസ്സുകാരൻ ഞാൻ പറഞ്ഞ ഒരു മിഡ്ഫീൽഡർ ആയിട്ടുള്ളൊരു താരമാണ്. ഈ ഒരു 26 വയസ്സിനുള്ളിൽ തന്നെ അദ്ദേഹം ഏതാണ്ട് 71ഓളം ISL മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അതൊരു ബിഗ് എക്സ്പീരിയൻസ് തന്നെയാണ്. 70 മുകളിൽ ISL മത്സരങ്ങൾ ഈ ഒരു പ്രായത്തിൽ കളിക്കുക എന്നുള്ളത്. എന്താണെങ്കിലും അവരുടെ മിഡ്ഫീൽഡിലെ ചില താരങ്ങളൊക്കെ പോയ സാഹചര്യമുണ്ട്. ഇന്ത്യൻ താരങ്ങൾ അവിടേക്ക് ഒരു അഡീഷൻ നടത്തുന്നു എന്നുള്ളതാണ്. ജംഷഡ്പൂരിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം കൂടിയുണ്ട്. അവരുടെ വിദേശ താരമുള്ള ഹാവേർ സിവേരിയോ കഴിഞ്ഞ ജനുവരിയിലാണ് ഈസ്റ്റ് ബംഗാളിൽ നിന്ന് എത്തുന്നത്. നമുക്കറിയാം, ഒരു 26 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഫോറിൻ സെൻട്രൽ ഫോർവേഡാണ്. അതായത് ISL തന്നെ ഒരു ഫോറിൻ സെൻട്രൽ ഫോർവേഡ്സിൽ പേരെടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പേരാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാൻ സാധിക്കുന്നത്. അപ്പം അദ്ദേഹത്തെ ഒരു വർഷത്തേക്കും കൂടി ഒരു എക്സ്റ്റൻഷൻ ക്ലബിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം 2021 ഇന്ത്യയിലെത്തിയ പ്ലെയറാണ്. ISL ഹൈദരാബാദിലൂടെ വളരെ യങ്ങായിട്ടുള്ളൊരു ഏജിൽ തന്നെ. സാധാരണ നമുക്കറിയാം അത്രയും ഒരു യങ് ഏജിൽ പൊതുവെ താരങ്ങൾ എത്താറില്ല. ഹൈദരാബാദിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ സീസണിലാണ് ഈസ്റ്റ് ബംഗാളിൽ അതൊക്കെ അദ്ദേഹം കളിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ നോക്കിക്കഴിഞ്ഞാൽ 62 മത്സരങ്ങൾ 15 ഗോൾസാണ്. അതൊരു ഗ്രേറ്റ് സ്റ്റാറ്റൊന്നുമല്ല, ആവറേജ് ഒരു ബിലോ ആവറേജ് സ്റ്റാറ്റ് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഫാർ ISL ഒരു ഹൈലി റേറ്റഡ് ആയിട്ടുള്ള ഒരു സെൻട്രൽ ഫോർവേഡൊന്നും ആയിട്ടില്ല അദ്ദേഹം. സോ നെക്സ്റ്റ് സീസണിൽ അത് എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. കാരണം പറഞ്ഞല്ലോ, സ്റ്റിൽ അപ്പോൾ ഒരു പ്രൊഫൈലാണ്. ഒരു ഫോറിനർ എന്ന നിലയിൽ കൂടി നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് സിവേറിയുടെ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പം എങ്ങനെ ഈ ഒരു താരത്തെ കാലിദ് ജമീൽ എന്ന് പറയുന്ന ഒരു കോച്ച് ഉപയോഗിക്കും എന്നുള്ളതും ഉറപ്പായിട്ടും നോക്കി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ കാണിക്കും. ഞാൻ സനി.